ഞങ്ങൾ ഇവിടുത്തെ ഒരു അമ്പലത്തിൽ പോകാൻ റെഡി ആയിരിക്കുവാണ്. അമ്പലം എല്ലാ ദിവസവും തുറക്കുമെന്നറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. ആ അമ്പലത്തിൽ കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് പോയി കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ സ്റ്റെപ്പൊക്കെ കണ്ടു, നല്ല ഭംഗിയാണ് സ്റ്റെപ്പൊക്കെ. ഈ സ്റ്റെപ്പ് കയറി വേണം നമ്മൾ അങ്ങോട്ട് എത്താൻ. നല്ല ഫീലാണ് ഇവിടെ. നമുക്ക് വൈകുന്നേരത്തൊക്കെ വന്ന് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റും ഒക്കെയാണ്. ഈ സ്റ്റെപ്പ് കയറി നമ്മളവിടെ എത്തുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയൊരു പാറയാണ്. ആ പാറയ്ക്കകത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം 2 റൂം പോലെ ഈ പാറയുടെ അടിവശത്താണ്. പാറയാണ് ഇതിൻ്റെ മേൽക്കൂരയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ളിലാണ് ഇവിടുത്തെ അമ്പലം. പിന്നെ ഇന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് പ്രത്യേകതയുള്ള ദിവസമായിരുന്നു. വർഷത്തിലൊരു ദിവസം ഇവിടെ നല്ല പൂജയും അങ്ങനെ ഉള്ള ദിവസമാണ്. ഞങ്ങൾ എന്തായാലും വന്ന ദിവസം അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവരോട് ചോദിച്ചു ഡെയിലി അമ്പലം തുറക്കുമെന്നൊക്കെ. ഞങ്ങളിവിടെ അന്വേഷിച്ച് അന്ന് പറഞ്ഞിരുന്നത് എപ്പോഴും ഒന്നും ഇവിടെ തുറക്കില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാ ദിവസവും 2 നേരം ജസ്റ്റ് തുറക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളോട് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളൊരു 5 മണി ടൈമിലാണ് വന്നത്, അപ്പോൾ ഞങ്ങൾ സദ്യ കഴിച്ചതൊന്നുമില്ല. പിന്നെ പായസം തന്നു, പായസമൊക്കെ കുടിച്ചു. പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി, അവർ ഫാമിലിയോടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. നമ്മളോട് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തു അമ്പലത്തിലുള്ളവർ. അപ്പം അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി. അവർ പ്രസാദമൊക്കെ തന്നാൽ, ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ തേങ്ങ, നാരങ്ങ, പഴം, വെറ്റില, പാക്ക്, അങ്ങനെയാണ് നമുക്ക് തരുന്ന പ്രസാദം.